നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. ഏതായാലും പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് CPI അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് CPIയുടെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഇപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് കൂടി അവർ പുറത്തിറക്കിയിരിക്കുകയാണ്. കടുപ്പിച്ച CPI. ADGP RSS വിവാദ കൂടിക്കാഴ്ചയിൽ ഇടപെട്ട് CPI ദേശീയ നേതൃത്വം. CPI സംസ്ഥാന ഘടകത്തോട് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടി. കൂടിക്കാഴ്ച ഗൗരവമുള്ള വിഷയമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24നോട് പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമുണ്ടോ എന്നതടക്കം വ്യക്തമാക്കണമെന്നും സർക്കാരിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്നും D രാജ പറഞ്ഞു. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഘട്ടത്തിലാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. എന്തടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D രാജ. It is a serious matter. It is in public domain everywhere, not only in Kerala, across the country, how such a meeting could take place. വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാത്തിരിക്കുന്നുവെന്നും രാജ. Let us wait and see how the government is going to react and what is going to be the outcome of any investigation, what is going to be the consequences. We will study the matter. തൃശൂരിലെ പരാജയത്തിന് ഈ കൂടിക്കാഴ്ച കാരണമായോ എന്നതടക്കം പരിശോധിക്കുമെന്നും D രാജ വ്യക്തമാക്കി. ADGP RSS കൂടിക്കാഴ്ചയെ ഏറെ ഗൗരവത്തോടെയാണ് CPI കേന്ദ്ര നേതൃത്വം കാണുന്നത്. സർക്കാരിന്റെ പ്രതികരണത്തിനായി കാക്കുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി മൗനം വെടിയണം എന്ന് തന്നെയാണ് CPI കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP പിന്തുണച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് RSS എന്നും കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ട എന്നുമാണ് AM ഷംസീർ പറഞ്ഞത്. RSSനെ കുറിച്ചുള്ള സ്പീക്കറുടെ പരാമർശം മന്ത്രി MP രാജേഷ് തള്ളി. ADGP RSS കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ പുറത്തുവന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും പിന്തുണച്ചെത്തുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കളെ ADGP കണ്ടതിനെ ഗൗരവമായി എടുക്കേണ്ടെന്നും കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും സ്പീക്കർ. അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. പരാമർശം വിവാദമായതോടെ RSS നിരോധനം നേരിട്ടിട്ടുള്ള സംഘടനയാണെന്ന മന്ത്രി MP രാജേഷിന്റെ ഓർമ്മപ്പെടുത്തൽ. RSSനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ്. കൂടിക്കാഴ്ചയെ തുറന്നെതിർത്താൽ MR അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം സർക്കാരിന് നേരിടേണ്ടി വരും. ന്യായീകരിച്ചാൽ RSSനോടുള്ള CPIM നിലപാട് ചോദ്യം ചെയ്യപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ADGP ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചു പോയ ഒരു കേസല്ല ഇത്. അദ്ദേഹം ഏത് നേതാവിനെ കണ്ട് എന്നുള്ളതല്ല പ്രശ്നം, എന്തിനു കണ്ട് എന്നുള്ളതാണ് പരിശോധിക്കണം. മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും സർക്കാരിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാണ്. കൂടിക്കാഴ്ച സാധാരണ രീതിയെന്ന KN ബാലഗോപാൽ. പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുമെന്ന് PA മുഹമ്മദ് റിയാസും പറഞ്ഞു. നിലപാടെടുക്കാൻ CPIM പ്രയാസപ്പെടുമ്പോൾ കൂടിക്കാഴ്ച വിവാദത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം. രാംമാധവനെ കാണാൻ പോയപ്പോ ADGP കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി ഇനിയും പ്രതികരിച്ചിട്ടില്ല. വിവാദം കൂടുതൽ മുറുകുമ്പോൾ സർക്കാർ നീക്കം എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. തൃശൂർ പൂരം വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ്. പൂരം അലങ്കോലപ്പെടുത്തിയതിലെ ഗൂഢാലോചന പുറത്തുവരണം. ADGP RSS കൂടിക്കാഴ്ചയിലെ വസ്തുതകൾ അറിയണമെന്നും ആവശ്യം. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു.
ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ദത്താത്രേയ ഹൊസബാളയുമായും റാം മാധവിനെയും MR അജിത് കുമാർ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലാണ്. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ADGPയുടെ കൂടിക്കാഴ്ചകൾ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ ADGP MR അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-ന്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-ന്. അതായത് ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 10 ദിവസത്തിനു ശേഷം. ബിസിനസ് സുഹൃത്തുക്കളടക്കമുള്ളവർ റാം മാധവുമായുള്ള 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളിലൊരാൾ കണ്ണൂർ സ്വദേശിയെന്നാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. DGP നേരിട്ടാവും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തെക്കാൾ മുൻപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കും. സ്വകാര്യ സന്ദർശനമെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് റാം മാധവ് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് RSS വിശദീകരിക്കുമെന്ന BJP നേതാവ് V മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും V മുരളീധരന്റെ വിമർശനം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006-ൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? ശബരിമലയിൽ ADGP MR അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ചില വാർത്തകളിലേക്ക് കൂടി. കൊല്ലം അഞ്ചലിൽ CPIM CPI സംഘർഷം എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കടക്കം സംഘർഷത്തിൽ മർദ്ദനമേറ്റു എന്നാണ് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. അനിൽ വാസ്തവ് അറിയിക്കുന്നു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് കിരീടം സിറിയ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്ത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയം എന്നുകൂടി അനിൽ വാസ്തവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. MR അജിത് കുമാർ ADGP സ്ഥാനത്ത് തുടരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി PV അൻവർ MLA. MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു. സർക്കാർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ADGP MR അജിത് കുമാറും SP സുജിത് ദാസും അടങ്ങുന്ന സംഘത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. രാഷ്ട്രീയമായ അട്ടിമറിക്ക് സംഘം കൂട്ടുനിന്നു. ATSന്റെ മറവിൽ വ്യാപകമായി ഫോൺ ചോർത്തി തുടങ്ങിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി ഇപ്പോഴത്തെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് പരിശോധിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തി കേസുകൾ അന്വേഷിക്കുന്നത് PV അൻവറിനെ കുരുക്കാനാണ്. എന്നെ ഇല്ലായ്മ ചെയ്താലും വസ്തുതകൾ നിലനിൽക്കും, ഇനിയെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ അൻവർ പൊളിറ്റിക്കൽ ചോദ്യത്തിന് ഉത്തരമില്ലെന്നറിയിച്ച് ഒഴിഞ്ഞുമാറി. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഒരട്ടിമറിയും നടക്കില്ല. DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ADGPയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് 2 ദിവസത്തിനകം അൻവർ രേഖാമൂലം പരാതി നൽകും. നേരത്തെ അജിത് കുമാറിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. നിലവിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. 24 മലപ്പുറം. കൊല്ലം അഞ്ചലിൽ CPIM CPI സംഘർഷം. CPIM പ്രവർത്തകർ ചിലർ CPIയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. AV ജയശങ്കറുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ. സമയം മുമ്പാണ് കൊല്ലം അഞ്ചലിൽ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. ഈ CPI
CPM-ന്റെ ചില പ്രവർത്തകർ ചേർന്നതാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് നയിച്ചത്. ആദ്യം ഈ ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ കണ്ടൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. ഈ തർക്കങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഈ സംഘർഷത്തിൽ CPI-യുടെ ലോക്കൽ സെക്രട്ടറി അടക്കം ഉള്ള ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും സ്ഥലത്ത് വലിയൊരു പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ സ്ഥലത്തെ സ്ഥിതിഗതികൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പോലീസ് എല്ലാം നിലയുറപ്പിച്ച സാഹചര്യത്തിൽ സംഘർഷ സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദേശത്തെ പോലീസ് വലിയ തോതിലുള്ള ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ പാർട്ടിയിലേക്ക് CPI-യിലേക്ക് വരാനുള്ളൊരു സാധ്യതയും CPI തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം അഞ്ചലിലാണ് CPI സംഘർഷം. വാർത്താമഴയിലേക്ക് തിരികെ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് വടകര SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതികൾ ഉടൻ പിടികൂടിയില്ലെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് PMA സലാം പറഞ്ഞു. ഈ കാഫിർ ഷോട്ടിൽ ഞങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത് പ്രതികളെ കണ്ടെത്തണം. ബോധപൂർവം പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ആർക്കു വേണ്ടി കളിക്കുന്നു, ഒളിച്ചു കളി കളിക്കുന്നു എന്നറിയേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ അവസാനത്തെ മാർച്ചൊന്നുമല്ല. ഇനിയും കാര്യങ്ങൾ 5 മാസമായി. ഇനിയും ഈ സൈബർ കേസിലെ പ്രതിയെ ഒരാഴ്ച കൊണ്ട് ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലൂടെ പ്രതിയെ കണ്ടെത്താമെന്നിരിക്കെ കേരള പോലീസിന് സാധിക്കും എന്ന് നമുക്ക് അനുഭവമുള്ള ഇരിക്കെ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇനിയും ദീർഘിപ്പിച്ചാൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ സ്വഭാവം മാറും. ഞങ്ങള് പച്ചക്കറി മാത്രം കഴിക്കുന്നവരല്ല എന്നുകൂടി മനസ്സിലാക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. എസ് ശ്രീജിത്തിന് പകരം ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ച A അക്ബർ ചുമതല ഏറ്റെടുത്തില്ല. കഴിഞ്ഞ മാസം 23-നായിരുന്നു സ്ഥാനമേൽക്കേണ്ടത്. ഗതാഗത മന്ത്രിയോടുള്ള വിയോജിപ്പ് കാരണമാണ് A അക്ബർ ചുമതല ഏറ്റെടുക്കാത്തത് എന്നാണ് സൂചന. ഇതോടെ KSRTC CMD പ്രമോദ് ശങ്കറിന് അധിക ചുമതല നൽകാനാണ് നീക്കം. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് എസ് ശ്രീജിത്തിനെ മാറ്റി A അക്ബറിനെ ഗതാഗത കമ്മീഷണറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ഉത്തരവിറങ്ങി 1 മാസം പിന്നിട്ടിട്ടും അക്ബർ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ഗതാഗത മന്ത്രിയോടുള്ള അതൃപ്തിയും ഗതാഗത കമ്മീഷണർ സ്ഥാനത്തോടുള്ള താൽപര്യക്കുറവും കാരണമാണ് അക്ബർ ചുമതല ഏറ്റെടുക്കാത്തതെന്നാണ് സൂചന. പുതിയ ഗതാഗത കമ്മീഷണർ ചുമതല ഏറ്റെടുക്കാതെയായതോടെ മോട്ടോർ വാഹന വകുപ്പിലെ സുപ്രധാന പ്രവർത്തനങ്ങൾ അവതാളത്തിലായെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കറിന് ഗതാഗത കമ്മീഷണറുടെ അധിക ചുമതല നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതേസമയം KSRTC CMD ഗതാഗത കമ്മീഷണർ സ്ഥാനവും ഏറ്റെടുക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ട്. 2 ചുമതലകളും ഒന്നിച്ചു കൈകാര്യം ചെയ്യുക അപ്രായോഗികമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 24 തിരുവനന്തപുരം. കലാപബാധിതമായ മണിപ്പൂരിൽ രാജ്ഭവന് മുന്നിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാർ രാജ്ഭവന് നേരെ കല്ലെറിഞ്ഞു. മണിപ്പൂരിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGPയെയും മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി മറ്റൊരു പതാക സ്ഥാപിച്ചു. രാജ്ഭവന് നേരെ കല്ലെറിഞ്ഞു. CRPFന്റെ വാഹനം ആക്രമിക്കുകയും ചെയ്തു. സ്ഥിതി ശാന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് സുരക്ഷാ സേന. അതിനിടെ ഇംഫാൽ വെസ്റ്റിലെ കൗത്രക്കിൽ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും കത്തിനശിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇംഫാൽ വെസ്റ്റിലെ സെക്മയിൽ വിമുക്ത ഭടനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അബദ്ധത്തിൽ ബഫർ സോൺ കടന്നയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സൂചന. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മണിപ്പൂർ സർക്കാർ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നിസ്സംഗത പൊറുക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. 24 ഡൽഹി.